അതായത് ഒരു വേര്, ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഒരു ബ്രാഞ്ചിൽ, ഒരു മരത്തിന്റെ ഒരു ശിഖരത്തിൽ ഒരു അസുഖം ഉണ്ടെങ്കിൽ ചിലപ്പം ആ അതിന്റെ അസുഖത്തിന്റെ കാരണം വേരിലായിരിക്കും. അപ്പോൾ അതിന്റെ വേരിലാണ് കൊണ്ടുപോയിട്ട് അത് ട്രീറ്റ് ചെയ്യേണ്ടത്. അല്ലാതെ ആ ബ്രാഞ്ചിൽ കൊണ്ടുപോയി ബ്രാഞ്ച് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ബ്രാഞ്ച് അവിടെ കട്ട് ചെയ്ത് പോയിരിക്കും, ബാക്കി ബ്രാഞ്ചിലേക്ക് അത് പടരും. അങ്ങനെയല്ല വേണ്ടത്. നമുക്ക് ആ മൂല കാരണത്തിനാണ് കണ്ടുപിടിക്കേണ്ടത്. ഒരു ഷിംജിതേനെ ശിക്ഷിച്ചത് കൊണ്ട് ഇവിടുത്തെ പെൺകുട്ടികൾ ചിലപ്പോൾ സൈലന്റ് ആയി പോകുമായിരിക്കും, പക്ഷെ ഇവിടുത്തെ ആണുങ്ങൾ ഈ അതിക്രമം തുറന്നുകൊണ്ടിരിക്കും. പക്ഷെ ഈ ഒരു ഇൻസിഡന്റ് എന്ന് പറയുന്നത് ഇത്രയും നല്ലൊരു ചർച്ചയ്ക്ക് വഴിവെച്ചെന്നും പെൺകുട്ടികൾ ഇതിനെതിരെ പ്രതികരിക്കണമെന്നും ഇനിയിപ്പോ പോലീസ് കൊണ്ട് കംപ്ലൈന്റ് കൊടുക്കണമെന്നും പോലീസ് ഇതിനെതിരെ ആക്ഷൻ അവന്മാർ എടുക്കൂല. ഇനിയും ഞാൻ പറയുന്നു, അവന്മാർ എടുക്കൂല, ഉറപ്പുള്ള കാര്യമാണ്, എടുക്കൂല. ഈ ഇൻസിഡന്റ് കഴിഞ്ഞല്ലേ ഞാൻ കൊണ്ടേ കേസ് കൊടുത്തത്, എന്നിട്ട് അവർ കേസ് എടുത്തു. പക്ഷെ വലിയ ആക്ഷൻ ഒന്നും ഇല്ല. ഞാൻ നമ്പർ കൊണ്ടേ കൊടുക്കുമല്ലേ, അവർക്ക് വിളിക്കാനല്ലോ, അവര് വിളിച്ചിട്ടൊന്നുമില്ല. വിളിക്കുവാണെങ്കിൽ ആ വീഡിയോ ഡിലീറ്റ് ആവുമല്ലോ. എന്നിട്ട് പോലും ഇവിടെ നീതി കിട്ടുന്നില്ല. അപ്പം ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ നമ്മളുടെ ഒരു എക്സാമ്പിൾ പറയുന്നതാണ്. ഇപ്പൊ CPM തിരുവനന്തപുരം കോർപ്പറേഷനിൽ തോറ്റപ്പം ആര്യ രാജേന്ദ്രനെ എല്ലാവരും കൂടെ ബുള്ളി ചെയ്തു. ഞാൻ അത് ആര്യ രാജേന്ദ്രന്റെ ടൂളെ ഇട്ട് കൊടുത്ത പോലെ തന്നെ. അതിന്റെ ഒരു റൂട്ട് കോസാണ് നമ്മൾ അഡ്രസ് ചെയ്യേണ്ടത്. എപ്പോഴും നമ്മൾ ആളുകളിലേക്കല്ല, നമ്മൾ അതിന്റെ റൂട്ട് കോസ് ആളുകളുടെ ബിഹേവിയറിലല്ല കിടക്കുന്നത്. അത് ഈ സമൂഹത്തിന്റെ ബിഹേവിയറും സമൂഹത്തിന്റെ ഒരു സ്ട്രക്ചറൽ ആയിട്ടുള്ള മാറ്റമാണ് ഉണ്ടാവേണ്ടത്. അതാണ് ഞാനിവിടെ ആവശ്യപ്പെടുന്നത്. മോബ് ലിഞ്ചിങ് ചെയ്യുന്ന സമൂഹം എന്ന് പറയുന്നത് ഒരു നല്ല സമൂഹമല്ല, അത് മാറി വരണം. സൈബർ സ്പേസ് കുറച്ചുകൂടെ എത്തിക്സ് ഉള്ളതും എല്ലാവരും റെസ്പോൺസിബിൾ ആയിട്ടും സൈബർ റെസ്പോൺസിബിലിറ്റി എന്താണെന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മുടെ സിലബസിലേക്ക് ഉൾപ്പെടുത്തണം. അതാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും അത്യാവശ്യം കൃത്യമായി തന്നെ അതിൻ്റെ അകത്ത് ഷിംജിത ദീപക് വിഷയത്തിൽ നമ്മുടെ എല്ലാവരുടെയും നിലപാട് ഇത് തന്നെയാണ്. സ്ത്രീകൾക്കെതിരെ നടക്കുന്ന ക്രൂരമായ അധിക്ഷേപങ്ങളൊക്കെ സമൂഹത്തിൽ എതിർക്കപ്പെടേണ്ടത് തന്നെയാണ്. പക്ഷേ മറ്റു ചിലർ പല രീതിയിലും അതിനെ വളച്ചൊടിക്കുന്ന രീതിയിലേക്ക് പോകുമ്പോൾ അവിടെ സംസാരിക്കേണ്ട മറ്റ് പോയിന്റുകൾ അല്ലെങ്കിൽ എതിർ സ്വരങ്ങളൊക്കെ ഉണ്ടാവും. സ്വാഭാവികമായിട്ടും അത് സംഭവിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ആദ്യം സ്ത്രീകൾക്ക് ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു അധിക്ഷേപങ്ങൾ അല്ലെങ്കിൽ ഒരു കടന്നുകയറ്റങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് ആദ്യം തന്നെ നിയമവ്യവസ്ഥാ സംവിധാനത്തിൽ പോയി പരാതിപ്പെടാനുള്ള, ഇപ്പം ശ്രീലക്ഷ്മി പറഞ്ഞ പോലെ പല പോലീസുകാരും വളരെ മോശമായിട്ടാണ് ബിഹേവ് ചെയ്യുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. അതായത് കൃത്യമായിട്ട് അവര് എടുക്കേണ്ട ആക്ഷനുകൾ കൃത്യമായിട്ട് എടുക്കുന്നില്ല. അത് തന്നെയല്ലേ എടുക്കുന്നില്ല. അതുകൊണ്ടായിരിക്കാം പല സ്ത്രീകൾക്കും ഇത്തരത്തിൽ വീഡിയോ ഒക്കെ ഉണ്ട്. അപ്പം നമ്മുടെ നിയമവ്യവസ്ഥയും കൂടി മാറി ചിന്തിക്കുക. ഇത്തരത്തിലുള്ള അതുപോലെ തന്നെ ഇത്തരത്തിൽ എതിർ ശബ്ദങ്ങളെയൊക്കെ സ്ത്രീ ആയതിൻ്റെ പേരിൽ വളരെ മോശമായിട്ടുള്ള പദങ്ങളൊക്കെ ഉപയോഗിച്ച് അടിച്ചമർത്തുന്ന അത്തരത്തിലുള്ള കാട്ടാള നീതിയും മാറേണ്ടതാണ്. ഇത് തന്നെയാണ് നമ്മുടെ അതിനകത്തെ അഭിപ്രായം. അപ്പോൾ ഇത് തന്നെയാണ് നമ്മുടെ അതിനകത്തെ നിലപാടുകൾ. കൃത്യമായിട്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അതായത് സ്ത്രീകൾ എന്ന് പറയുന്നവർ കൃത്യമായിട്ട് നമ്മൾ ആദ്യം തൊട്ടേ പറയുന്ന പിന്നെ അത് പറയണ്ടല്ലോ. എല്ലാവർക്കും നമുക്കെല്ലാം അമ്മമാരുണ്ട് അല്ലേ? അതിൻ്റെ മുകളിൽ വേറൊരു വർത്താനമില്ല. അതിൻ്റെ അകത്ത് പുരുഷന്മാർക്കെല്ലാം ഒരു അമ്മയിൽ നിന്നാണ് എല്ലാ പുരുഷന്മാരും ഉണ്ടായിരിക്കുന്നത്. ആരും സ്ത്രീവിരോധികളാകാൻ പറ്റില്ല അവർക്ക് ആർക്കും. കുറച്ച് പേരുണ്ട് കേട്ടോ, ഇല്ലയെന്നൊന്നും ഞാൻ പറയുന്നില്ല, ജനറലൈസ് ചെയ്ത് ഞാൻ പറയുന്നില്ല. ഈ ഫെമിനിസ്റ്റ് ഉള്ള പോലെ തന്നെ മെയിൽ ഷോവനിസ്റ്റുകളുണ്ട്. പക്ഷെ അവരെല്ലാം നമ്മളിവിടെ കോട്ട് ചെയ്യുന്നത്, അല്ലാതെ ഒരു പൊതുസമൂഹത്തെയാണ് നമ്മൾ മൊത്തത്തിൽ പറയുന്നത്. അപ്പോൾ സ്ത്രീകൾ നേരിടുന്ന അതിക്രമങ്ങൾക്ക് കൃത്യമായിട്ടുള്ള നിയമപരിരക്ഷ അവർക്കുണ്ടാവണം. അത് ഇവർക്ക് ഉണ്ടാകുന്നില്ല എന്ന് തെളിവ് സഹിതമാണ് ശ്രീലക്ഷ്മിയൊക്കെ ഇരുന്ന് ഒരു പൊതുമാധ്യമത്തിലിരുന്ന് പറയുന്നത്. അതിന് കൃത്യമായിട്ടുള്ള ഇത് സർക്കാർ സംവിധാനങ്ങൾ അതുകൊണ്ട് അതിനൊക്കെ പറ്റുമെങ്കിൽ സെല്ലുകളല്ലേ, വുമൺ സെല്ലുകളൊക്കെ ഇപ്പോൾ ഒത്തിരി തുറക്കുന്നുണ്ടല്ലോ. എത്രയോ വനിതാ IPS ഓഫീസർമാർ ഇവിടെ ഉണ്ട്. അവർ അങ്ങനെയുള്ള ആരെങ്കിലുമൊക്കെ നല്ല കഴിവുള്ള ആരെങ്കിലുമൊക്കെ ഇതിൻ്റെ മേധാവിയാക്കി വെച്ച് പുതിയ നിയമനിർമ്മാണമൊക്കെ നടത്തുക. അപ്പം ഇതുപോലെയുള്ള ഷിംജിത ദീപക് വിഷയങ്ങളൊക്കെ ഉണ്ടാവാതിരിക്കും. സമൂഹത്തിന് ഒരു വ്യക്തിയെ എറിഞ്ഞു കൊടുക്കപ്പെടുകയോ അല്ലെങ്കിൽ ഒരാൾ മരണത്തിന് കാരണമൊന്നും ആകാതിരിക്കും. അങ്ങനത്തെ കൃത്യമായിട്ടുള്ള നിയമ സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ മാറട്ടെ, നിയമങ്ങൾ മാറട്ടെ, നല്ലതാവട്ടെ അല്ലേ? അതെ.